ഹലോ, ഇന്ന് നമ്മുടെ അഞ്ജുവിൻ്റെ ഹെൻ പാർട്ടിയാണ്. ഇന്ന് ഹെൻ പാർട്ടിയാണെന്നും പിന്നെ എവിടെ വെച്ചാണ് ഈ ഹെൻ പാർട്ടി നടക്കുന്നതെന്നും എത്ര മണിക്കാണ് അഞ്ജു ഇവിടെ എത്തേണ്ടതും എന്നല്ലാതെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, അതുപോലെ ആരൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ള യാതൊരു ഐഡിയ അഞ്ജുവിന് ഉണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷനാണ് അഞ്ജു വരുമ്പോൾ മുഖത്ത് കാണുന്നത്. അല്ലെങ്കിൽ അഞ്ജുവിന് അങ്ങനെ ടെൻഷനൊന്നുള്ള അധികമുള്ള ഒരാളല്ല, ഭയങ്കര ടെൻസ്ഡായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരും നേഴ്സസാണ്, അപ്പം എല്ലാവർക്കും കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേറെ ഡെസ്റ്റിനേഷനൊന്നും നോക്കില്ല. നമുക്ക് കംഫർട്ടായിട്ട് വരാൻ പറ്റുന്ന ഒരാളുടെ വീടാണ് സെലക്ട് ചെയ്ത് ഞങ്ങൾ ലൊക്കേഷനായിട്ട് വെച്ചത്. പിന്നെ നേഴ്സസ് ആയതുകൊണ്ട് തന്നെ നേഴ്സ് തീംഡ് ആയിട്ടാണ് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തത്. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആക്ച്വലി. കേക്കും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും വിചാരിക്കും എന്താ ഹെൻ പാർട്ടിയും ബ്രൈഡ് ടു ബീയും സെയിം ആണോ എന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ആക്ച്വലി അല്ല, ഹെൻ പാർട്ടി ഈസ് ഡിഫറെൻറ്റ്. അത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇൻഫോർമലായിട്ട് ഉള്ളൊരു ഒക്കേഷനാണ് ഈ ഹെൻ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ബ്രൈഡിന് ഒരു കല്യാണത്തിന് മുൻപുള്ള ഒരു നൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഇവൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഹെൻ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ കൂടുതൽ ഗെയിംസും കുറച്ച് വൈൽഡായിട്ടുള്ള ഗെയിംസും കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ഫണ്ണാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബ്രൈഡ് ടു ബിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഫോർമലായിരിക്കും. എന്താ പറയുക, നമ്മുടെ ചിലപ്പം ഫാമിലി മെമ്പേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇപ്പം മോസ്റ്റ്ലി നമ്മൾ ഇപ്പോഴല്ല എപ്പോഴാണെങ്കിലും ബ്രൈഡ് ടു ബി ഒക്കെ മിക്കവാറും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതിൽ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സും കുറച്ച് ഫൺ എലമെൻറ്റ്സൊക്കെ കൂടുതൽ നിറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ഇത് ഒറ്റ ദിവസം മാത്രം ഉള്ളതല്ല ഈ ഹെൻ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. മേ ബി ഒരു 1 വീക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ചിലർക്ക് എന്താ പറയുന്നത്, ഓരോ ഡെസ്റ്റിനേഷനൊക്കെ സെലക്ട് ചെയ്ത് പല രീതിയിൽ സ്പാ ഡേ അങ്ങനെയൊക്കെ പൂൾ പാർട്ടി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തത്. എനിവേ കുറേ നാളുകൾക്ക് ശേഷം ഗേൾസ് മാത്രം ആയിട്ട് വെച്ചൊരു പാർട്ടിയായിരുന്നു. അത് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുകയും ചെയ്തു. മാക്സിമം എൻജോയ് ചെയ്തു. അഞ്ജു ഹാപ്പി ആയിരുന്നു.